കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. വഴുതനങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിക്കും. ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല രുചിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായിട്ട് നീളത്തിലുള്ള ഇതേ സൈസ് വഴുതനങ്ങയാണ്. അത് ഞാൻ അല്പം കട്ടിക്ക് ഇത്ര കനത്തിൽ അത്യാവശ്യം വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ നൈസാവണ്ട. ഇനി നമുക്കിതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി എടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിലൊക്കെ ഇടാം. ഞാനിങ്ങനെ 2-3 പ്രാവശ്യം കഴുകി വെള്ളം വാരാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 1-2 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ എണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ വരും. ഇനി ചെറിയുള്ളിയോ സവാളയോ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യാം. പച്ചമുളകും വളരെ ചെറുതായിട്ടൊന്നും വേണ്ട, അത്യാവശ്യം വലുപ്പത്തിൽ ഇതേപോലെ. ചെറിയുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ സവാള ഇതേപോലെ കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വഴന്ന് വരട്ടെ. ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വന്നാൽ മതി. നമ്മൾ മെഴുക്ക് പുരട്ടിയിൽ ഇതൊന്ന് കുറച്ച് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് വഴുതനങ്ങയുടെ കൂടെ. പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാത്രം ഒന്ന് പോയാൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കരിയാതെ സിമ്മിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ ഇതിൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ആ വെള്ളം തന്നെ മതിയാവും. സിമ്മിലിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരല്പം ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. സവാളയിൽ നമ്മൾ അല്പം ഇട്ടു, എന്നാൽ വഴുതനങ്ങയും കൂടി പിടിക്കണം. കുറച്ച് മതിയാവും. ഇതൊന്ന് വെന്തമങ്ങി വരൂലേ, ഒന്ന് ചുങ്ങി വരും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് വാടി വരുന്നുണ്ട്. 2-3 പ്രാവശ്യം അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് നമുക്കിത് ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ. അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും ഇത് നന്നായി വഴന്ന് വെന്തിട്ടുണ്ടാവും. ഉപ്പൊക്കെ പാകമുണ്ടോ എന്നൊക്കെ നോക്കിയാൽ സൂപ്പർ മെഴുക്ക് പുരട്ടിയാണ്. കഴിക്കാത്ത ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വന്നു. അല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പോഴൊരു ടേസ്റ്റാണ്. അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. ഉണക്കമുളകൊക്കെ വേണമെങ്കിൽ അതും കൂടിയൊക്കെ പൊട്ടിച്ചിടായിരുന്നു കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ സൂപ്പർ മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.